പവർ റൂമിൽ കയറാനുള്ള പവർ ടീമും അവിടെ ഡെൻ ടീമും തമ്മിലുള്ള മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. അത് 3 മത്സരമാണ് വരുന്നത്. ഫസ്റ്റത്തെ 2 ഒരു ടീം ജയിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ മത്സരം അവിടെ നടക്കില്ല. എന്തായാലും ഫസ്റ്റത്തെ മത്സരം, ഫസ്റ്റ് ചലഞ്ച് അവസാനിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ചലഞ്ചിൽ ഡെൻ ടീം വിജയിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ചലഞ്ചിൽ മത്സരിക്കാനായിട്ട് പോയത് ഡെൻ ടീമിൽ നിന്ന് അർജുനും പവർ ടീമിൽ നിന്ന് റിസ്വിനുമാണ് വന്നത്. അവിടെ ബോളുകൾ, ഒരു ചെറിയൊരു ബോർഡ് പോലെയുള്ള ഒരു സംഭവം വെച്ചിട്ട് അതിൽ ചെറിയ ചെറിയ ഓട്ടകളുണ്ട്. അതിലേക്ക് ഈ ബോളുകൾ ഇടുക എന്നുള്ളതായിരുന്നു. അവിടേക്ക് ഇങ്ങനെ ഇടണം, അതിൽ ഇങ്ങനെ ഓരോ ബോളുകൾ വന്ന് നിൽക്കും. എല്ലാ ഹോളുകളും ഫിൽ ചെയ്യണം ബോൾ ഇട്ടിട്ട്. അതായിരുന്നു ടാസ്ക്. 2 പേരും അടിപൊളിയായിട്ട് ചെയ്തു. അർജുനും ചെയ്തു, റസ്മിനും ചെയ്തു. ഒരു പടി മുന്നിൽ നിന്നത് റസ്മിനായിരുന്നു. അവിടെ ലാസ്റ്റ് ഒരു ബോൾ മാത്രമാണ് റസ്മിന് ഇടാനുണ്ടായിരുന്നത്. ആ സമയത്ത് അർജുന് 2 ബോൾ ഇടാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ റസ്മിന്റെ ഒരു ബോൾ മിസ്സിംഗ് ആയിപ്പോയി. റെഡ് ബോൾ ആയിരുന്നു. റെഡ് ബോൾ തപ്പി തപ്പി നടക്കുന്നതിന്റെ ഇടയിൽ അർജുനോട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ബോൾ അർജുന്റെ വീഴണം. വീണിട്ടില്ല അർജുന്റെ. റസ്മിന് ആ റെഡ് ബോൾ കിട്ടിയിട്ട് തിരിച്ചു വന്ന് റസ്മിൻ ഇടാൻ ആരംഭിച്ചപ്പോഴാണ് അർജുന്റെ 2 ബോളും അതിനിടയിൽ വീണത്. ആ ഇതിന്റെ ഉള്ളിൽ വീണത്, ഹോളിനുള്ളിൽ വീണത്. അവിടെ സാബു പറയുന്നുണ്ടായിരുന്നു, ഒരു പക്ഷേ റസ്മിൻ ആ ബോൾ തപ്പാനെടുത്ത ആ ഒരു സമയം കൊണ്ട് ചിലപ്പോൾ അത് ആ സമയത്ത് ഇട്ടിരുന്നു എന്നുണ്ടെങ്കിൽ റസ്മിൻ വിജയിച്ചേനെ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ നോക്കുന്ന സമയത്ത് റസ്മിൻ ആ ബോൾ എടുത്ത് കൊണ്ടുവരുന്നത് വരെ അവിടെ അർജുന്റെ 2 ബോൾ വീണിട്ടുണ്ടായിരുന്നില്ല. റസ്മിൻ ആ ബോൾ എടുത്ത് കൊണ്ടുവന്ന് റസ്മിൻ ഇടാൻ ആരംഭിച്ച സമയത്താണ് അർജുൻ ആ 2 ബോൾ അതിൻ്റെ ഇടയിൽ ഇട്ടത്. അർജുൻ അങ്ങനെ വിജയിച്ചത്. എന്തായാലും അർഹിച്ച വിജയം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. അടിപൊളിയായിട്ട് 2 പേരും കളിച്ചെങ്കിലും അതിലൊരു വടി മുന്നിൽ അർജുൻ തന്നെ നിന്നു. അർജുൻ വിജയിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ചലഞ്ച് അങ്ങനെ അർജുൻ തൂക്കി. ഇനി 2 ചലഞ്ചും കൂടി ഉണ്ട്. അതിൽ ഒരെണ്ണം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ ഡെൻ ടീം പവർ റൂമിലോട്ട്.